ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 89. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പ്രമോല് നമ്മൾ കണ്ട പോലെ പെട്ടി എടുക്കാനുള്ള ഓട്ടം. അതാണ്. അപ്പോൾ പെട്ടിയാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്, പക്ഷെ പെട്ടി ആയിരുന്നില്ല. വണ്ടിക്കകത്ത് തൊട്ട് ഞാൻ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടി വെക്കുന്നത് ചിലപ്പോൾ കാറിനകത്തായിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. പൈസയാണ് വെച്ചത്, പെട്ടിയല്ല വെച്ചത്. അത് കാറിലിരിക്കണം, അപ്പോഴേ പൈസ കിട്ടും. അപ്പോ തുടക്കം തന്നെ നമ്മളുടെ ഇന്നത്തെ പ്രമോ നിങ്ങൾ കണ്ടു കാണും. നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാനേ ഞാനുള്ള 1-2 ഗ്രൂപ്പിലൊക്കെ 2-3 ദിവസമായിട്ട് ഞാനിത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് അനീഷ് ട്രാപ്പായി മക്കളെ. അനീഷ് എന്താ പറ്റിയത് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല. അനീഷ് ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് സ്ത്രീ വിരുദ്ധത, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ബാക്കി ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ്, പിന്നെ അത് ജീവിതമായി മാറി. പിന്നെ ഇപ്പം അനീഷിന് ആ വീട്ടിൽ നിന്ന് പോകണ്ടെന്നുള്ള അവസ്ഥ. അല്ല, പല സീസണിലെ പല കണ്ടസ്റ്റന്റിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളെ സീസണിനകത്തും ഇപ്പോൾ നൂറയ്ക്ക് ആ വീട് വിട്ട് പോകണ്ട, നോറയ്ക്ക് പോകണ്ട, ശ്രീധുവിന് പോകണമെന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കണ്ടസ്റ്റൻസിന് ആ വീടിന് അറ്റാച്ച്ഡ്, അതായത് ആ ലൈഫിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. ഈ ഒറ്റപ്പെടൽ സ്കീം അവർക്ക് അത് ഭയങ്കരമായിട്ട് അവര് ഭയങ്കര യൂസ്ഡ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അനീഷ് അങ്ങനത്തെ ഒരു ലൂപ്പിൽ കയറി പോകുന്നുണ്ട്. അനീഷിന് ഈ വീട് വിട്ട് പോണ്ടതായി. പിന്നെ അനീഷ് വന്ന ടാർഗറ്റ് മറന്നുപോയി. അനീഷ് വന്നത് ആദ്യം ഒരു ഒറ്റക്കൊമ്പനായിട്ട് മറന്ന അവസ്ഥയിലാണ് വന്നത്. കപ്പടിക്കാനാണ്. ഒറ്റക്കൊമ്പനായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്ന ആള് ആ ഒരു ടാർഗറ്റ് മറന്നുപോയി. ബിഗ് ബോസ് ഇന്ന് വിളിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാനാണ് നോക്കിയത്. കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് സാധനം പറഞ്ഞു കൊടുക്കുക. അത് ഇത് കാണിച്ചിട്ടില്ല, ലൈവിലായിരുന്നേ. പറഞ്ഞു, അതായത് നിങ്ങൾ വന്ന ലക്ഷ്യം എന്ന് പറഞ്ഞ സാധനം സത്യത്തിൽ അനീഷ് വിട്ടുപോയിട്ടുണ്ട്. അനീഷ് ഇപ്പം ഈ ഒരു എന്താ പറയുക, പ്രണയത്തിന്റെ ലൂപ്പിലേക്ക് വെല്ല ചേക്കേറി. അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് എടുത്തു നോക്കുക, അയാളുടെ സംസാരം വെറുതെ ചിരിക്കുന്നു, സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ബ്ലഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം കണ്ടൊരു ഫേസിൽ നിന്ന് അയാൾ ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നതൊക്കെ ആവുമ്പോ സംഗതി നമുക്ക് ഭയങ്കര സന്തോഷം വന്നിട്ടാണ്. അല്ല, അത് മാത്രല്ല, ഇപ്പൊ ഞാനും സ്നേഹം പ്രേമിച്ച ആൾക്കാർ, ജിത്തുവായി പ്രേമിച്ചിട്ടുണ്ട്. പ്രേമിച്ചവർക്കൊക്കെ അതായത് പ്രേമിച്ചവർക്കൊക്കെ വേറൊരു പ്രേമമുള്ള മനസ്സിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ എപ്പോഴും എന്നോട് ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട്, ഇലുമിനാട്ടി ആണോ ചേട്ടാ, എന്നോട് ചോദിക്കുക, ചേട്ടാ എങ്ങനെ ഇത് ഇത്ര കൃത്യമായി പ്രഡിക്റ്റ് ചെയ്ത് ഇയാൾ പ്രപ്പോസ്. എടേ, നമുക്ക് മനസ്സിലാവും ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ വേ ഓഫ് പ്രസന്റേഷൻ, അയാൾ വേറൊരാളെ പ്രണയം എപ്പോഴും. അത് മാത്രല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസിന്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അവരെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. ഒരാൾക്ക് 8 ട്രാക്ക് ഉണ്ട്, 7-8 ട്രാക്ക് ഉണ്ട്. അതായത് 7-8 ആൾക്കാർ ഒരാളെ വീക്ഷിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ വരുന്ന ചെറിയ മാറ്റം അടക്കം അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ വീക്കെൻഡിൽ ആരായിട്ട് എന്തിട്ട് കൊടുത്തത്, കോമ്പോന്റെ സാധനം അത് ഇട്ട് കൊടുത്തത് എന്തിനറിയോ? ഈവൻ ബിഗ് ബോസിന്റെ ആൾക്കാർക്ക് കുറെ ഇതിന്റെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ബിൽഡപ്പ് ഒന്നും കൂടിയാണ് പോവാണ്. കഴിഞ്ഞ കൊല്ലം ജാസ്മിൻ ഗബ്രീനെ നിങ്ങൾ നോക്ക്, ബിഗ് ബോസ് ആണ് കളിച്ചത്. ബിഗ് ബോസ് കൊണ്ടുപോയിട്ട് മറ്റേ സാധനം ഏത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇതിന്റെ ക്ലാരിറ്റി പറഞ്ഞ് അടിച്ചു കൊടുത്ത്. സെയിം സാധനം ബിഗ് ബോസ് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, ക്ലാരിറ്റി ഉണ്ട്. മൂപ്പര് സ്ട്രൈറ്റ് ആയി ചോദിച്ച പ്രമോണ് നമ്മൾ കണ്ടേ, എന്താ അനുമോൾ കല്യാണം കഴിച്ചാലോ നമുക്ക്. മറ്റേ നേരത്തെ പറഞ്ഞ വിളി മറ്റേ ആദ്യം പറഞ്ഞ കുറച്ച് കണ്ടന്റ് പിടിക്കായിരുന്നു. അല്ല, ബിഗ് ബോസ് മറ്റത് കിട്ടി കോമ്പ് കിട്ടി. ഇന്നലെ അവിടെ ലഡു വിതരണവും പരിപാടി പടക്കം പൊട്ടിച്ചേ, ഇന്നലെയാണ് പടക്കം പൊട്ടിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്ലിംസ് ആണ് ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കാണുന്നത്. അതായത് അനുമോളോട് കാഷ്വലി ആണെങ്കിൽ പോലും പോയിട്ട് ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അതായത് ഒറ്റപ്പെടാൻ പാടില്ല. ആരാ പറയണേ? ഒറ്റപ്പെടലിന്റെ മൂത്താപ്പയാണ് വന്നിട്ട് പറയുന്നത് ഒറ്റപ്പെടാൻ പാടില്ല. പിന്നെ ചില അനീഷ് PR-കൾക്ക് ഞാൻ കൊടുക്കാൻ വെച്ച പരിപ്പുവടയും ചായയും ഉണ്ട്, നാളെ രാവിലെ തരാം. നാളെ രാവിലെ ജെന്യുവിനായിട്ട് അനീഷിന്റെ ഫാൻസിനോട് എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. പക്ഷെ അനീഷിന്റെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് അനീഷിന്റെ കൂട്ടത്തിൽ തന്നെ നിന്ന് അതിന് തുരപ്പം വെക്കുന്ന ചില ജോർജുമാരും തോമസുമാരും ഉണ്ട്. അതല്ലാതെ ഈ PR ശരിക്ക് കാശ് വാങ്ങി പണിയെടുക്കുന്ന PR വല്ലവന്റെയും ഗർഭം എടുത്തിട്ട് ഇന്റെ നെഞ്ചത്തേക്ക് വെക്കാൻ നോക്കിയ ഒരു പരിപാടി ഇന്ന് നടന്നിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ.
ഒരു വോയിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നാളെ രാവിലെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ആ പരിപാടിയും ചായയും തരാം. സങ്കടം ഉണ്ടാവും നിങ്ങൾക്ക്. കാരണം എന്താ പറയുക, ഇതുവരെ നിങ്ങൾ മാസാണ്, സ്ത്രീ വിരോധിയാണ്, അനീഷേട്ടൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഡിങ്കൻ ഇരിക്കുന്ന പോലെ ഇപ്പൊ ഇരുന്നേ. ഡിങ്കൻ ഇരിക്കുന്ന പോലെ അനുമോൾ കൈൻഡ് ആയിട്ട് ഇരുന്നു പോയ ആള്. അപ്പൊ ഇനിയിപ്പോ അതെങ്ങനെയും കവറപ്പ് ചെയ്യണല്ലോ. കവറപ്പ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള തത്രപ്പാട് കളിക്കുമ്പോൾ അതിലേക്ക് വലിച്ചിടാൻ നിൽക്കരുത്. വലിച്ചിട്ടാൽ മാഹി മുതൽ അങ്ങോട്ട് ഓടേണ്ടി വരും PR കൊണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അതിന് ക്രിക്കറ്റ് PR ആണെങ്കിലും മാഹിയുള്ള PR ആണെങ്കിലും ഏത് കൊമ്പനാണെങ്കിലും നാളെ വലിച്ചിടും. എനിക്ക് ഈ വിനു, എനിക്ക് ഇത്രയും ക്ലോസ് ഫ്രണ്ട് വിനുവിനെ വരെ ഇവിടെ വന്ന് നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ പിടിച്ച് എക്സ്പോസ് ചെയ്ത് വിടാൻ എനിക്ക് വലിയ പാടുള്ള പരിപാടിയൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ നിങ്ങളെ 4 നക്കാപ്പിച്ച കൂലി കമന്റുകാരെ കൊണ്ട് ഇതിനകത്ത് കമന്റ് ഇടിക്കുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ കമന്റ് അറ്റാക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് കമന്റ് ബോക്സിൽ. അതുകൊണ്ട് നമ്മളെ കമന്റ് ബോക്സ് ഓഫ് ആവും, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് നിർത്തിപ്പോകും എന്നുള്ള പരിപാടി നിങ്ങൾക്ക് വേണ്ട. കമന്റിൽ വരുന്ന ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന കമന്റിന് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് നല്ല ഊറ്റം സാധനം തിരിച്ചും കിട്ടും. അപ്പൊ ഇങ്ങോട്ട് തരാൻ റെഡി ആയിട്ട് വരുന്ന അങ്ങോട്ട് കിട്ടാനും റെഡി ആയിട്ടിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നാളെ അനീഷ് PR കുറച്ച് പേർക്കുള്ള പരിപാടിയും ചായയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ തരാം. PR എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്റെ മോള് നമ്മൾ അനീഷേട്ടൻ ചെയ്തുകൊണ്ട് PR ഇനി എങ്ങനെ പഠിപ്പിച്ചിട്ടും കാര്യമില്ലടേ. അല്ല, ഞാൻ പറയുന്നത് പ്രേമിക്കുന്നത് കുറ്റമാണ് അല്ലെങ്കിൽ പ്രശ്നം ഒന്നും ഞാൻ പറയുന്നില്ല. ഒരാളുടെ വികാരമാണ്, അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ്, കംപ്ലീറ്റ്ലി ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷെ എന്താ അറിയോ, ചില ആളുകൾക്ക് ഇത് PR തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എത്ര വലിയ പാട്? അനീഷിന് ഇഷ്ടം തോന്നി, അനീഷ് പറഞ്ഞു. മനസ്സിലായോ? നല്ല ചേഞ്ച് ആണല്ലേ, കല്ല് പോലെ ഇരുന്നൊരു മനുഷ്യനാണ്. ചേഞ്ചിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സീസണിൽ വന്ന ഒരാൾക്ക്, ഇങ്ങനെ മാസ് ബിൽഡപ്പ് ആയിട്ട് വന്ന ഒരാൾക്ക്, അതായത് ഒട്ടും ആരും അടുപ്പിക്കാതെ എല്ലാരും വന്ന ഒരാൾക്ക് ഒന്നില്ലെങ്കിൽ ഇതായാലും ജെന്യൂൻ ചേഞ്ച് ആയിരിക്കാം. അല്ലെങ്കിൽ ലാലേട്ടൻ ഷാനവാസിന്റെ ഇഷ്യൂല് വന്ന് പറഞ്ഞു ഷാനവാസിനോട് ഓപ്പൺ ആയി ഫ്രണ്ട്ഷിപ്പിന്. ലാലേട്ടൻ വന്നാലും മോളെ കാര്യം പറഞ്ഞു അനുമോളോട് ഓപ്പൺ ആയി. മേ ബി പുറത്ത് ഇത് ട്രെൻഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചിലപ്പോൾ അതിനെ ഒപ്പം പിടിക്കാൻ വേണ്ടിയുള്ള അത് അത്രപ്പാടുമായിരിക്കാം. മേ ബി അങ്ങനെയും കണക്കാക്കാം. ഈതർ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഷാനുമോള് വരച്ച സ്കെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ലൈവില് കണ്ട് ക്രിഞ്ചടിച്ചു പോയി എനിക്ക്. എപ്പിസോഡ് വരെ ആ സാധനം ഉണ്ടായിരുന്നു മക്കളെ. ഭാഗ്യത്തിനാണ് സാബുമാനെയും അവിടെ മറ്റേ ഇയാളെയും കാണിച്ച് ഷാനവാസിനെയും കാണിച്ചത്. ഇല്ലെങ്കിൽ ആ പിന്നാമ്പുറത്തിരിക്കുന്ന സോഫ കണ്ട് നിങ്ങൾക്ക് വെറുത്ത് മടുത്ത് പണം ഇറങ്ങി പോയിട്ടുണ്ടാവും. അനുമോളൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ കടലിലെയോളം അനുമോള് തിരിച്ചടിക്കായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ കൊച്ചു മുതലാളി ഞാൻ നിങ്ങളെ ഏട്ടനായിട്ടാണ് കണ്ടിട്ടും കഥ കഴിഞ്ഞ്. എന്തായാലും അടുക്കളയിൽ അതെ അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയിട്ട് നൂറേന്റെ ഇന്ന് വാങ്ങുന്നുണ്ട്. 100 കണക്കിന് അതെന്താ അവളെ പൊട്ടറ്റോ മാത്രം ഇത്ര ഭംഗിയിലായിരിക്കും. 100 വന്ന ഈ ആദിലനെ പോലെ അല്ല കേട്ടോ 100 പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന്. 100ക്ക് മനസ്സ് തട്ടിയത് അതുപോലെ ഇരിക്കും. അല്ല 100 എന്താ വെച്ചാൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഫോർഗീവ് ചെയ്യും, നോട്ട് ഫോർഗെറ്റ്. അതാണ്, മറക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, ഫോർഗീവ് ചെയ്യും, അത് വിട്ടുകൊടുക്കും, അതിന് ഒഴിവാക്കി വിടും. അത് 100യുടെ ഒരു കിണ്ണം ക്വാളിറ്റി ഉണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ ശരിക്കും എല്ലാവർക്കും കിട്ടാത്ത ക്വാളിറ്റി. അതെ, അത് ഭയങ്കര സംഭവമാണ്. 100 വിടില്ല. ആദില ചിലപ്പോ ഈ പറഞ്ഞ പോലെ 2 മണിയുടെയും വർത്താനൊക്കെ ഇപ്പോഴും ഒരു ചാഞ്ചാട്ടം എപ്പോഴും ഉണ്ട്. എത്ര കച്ചറ ഉണ്ടാക്കിയാലും സ്നേഹത്തിന്റെ പുറത്തുണ്ടാക്കുന്ന അടികളാണ്. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളുടെ മണി ടാസ്കിന്റെ ബിൽഡപ്പ് വന്നത്. സത്യത്തില് ഈ സാബുമാനൊക്കെ ഇന്നാണ് ആളുകളെ എക്സ്പോസ് ആക്കി വിടേണ്ടത് കേട്ടോ. കാരണം സാബുമാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുന്ന ബിൽഡപ്പ് എന്താ അറിയോ, എനിക്ക് ഷിവർ ചെയ്യും, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്കൊരു ടാസ്ക് വരുമ്പോ പ്രശ്നമാണ്, ടെൻഷനാണ്, കളിക്കാൻ പറ്റില്ല. സാബുമാൻ എന്താണ് മാൻ നിങ്ങൾക്ക്? അങ്ങനെ ആങ്സൈറ്റി ഉള്ള ഒരാൾ 2 ദിവസം മുമ്പ് ഒരിക്കലും നെവിൻ ട്രിഗർ ചെയ്യുമ്പോ പറയില്ല. മനസ്സിലായോ? അങ്ങനെ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഒരിക്കലും സാബുമാൻ മറ്റേ ഇവൻ നെവിൻ ട്രിഗർ ചെയ്യുമ്പോ അങ്ങനെ ഒരു സാധനം ഒന്നും അടിക്കില്ല. ബേസിക്കലി ഇവന് ഈ പറഞ്ഞ പോലെ ആ സിറ്റുവേഷൻ വരുമ്പോ ഫ്രീസ് ആവുന്നതോ അതൊന്നും അല്ല. ആൾക്ക് പേടിയാണ്. ആൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എങ്ങനെ നിന്ന് പഴച്ചു പോണതിനകത്ത്. ഷാനവാസാണെങ്കിൽ ലോക തിരിപ്പിക്കല്. നമ്മള് ബിന്നീനെ കണ്ടിട്ടുണ്ട്, അക്ബറിനെ കണ്ടിട്ടുണ്ട്, പലരും നമ്മള് കണ്ടിട്ടുണ്ട്. പക്ഷെ മാടമ്പള്ളിയിലെ ചിത്തരോഗി ആരാത് ഇന്ന് മനസ്സിലായിട്ടുണ്ട് നാട്ടുകാർക്ക്.
അത് ഒഴിച്ചു വിളിച്ചോണ്ട് തിരിച്ചു വട്ടം കറക്കി രാവിലെ മുതൽ ആ സാബുമാന്റെ പിന്നാലെ കൂടിയതാ. അക്ബർ നെവിൻ അക്ബർ ഇപ്പൊ എന്താ പറയാ, സാബുമാൻ ഒരു നെവിനും ഷാനവാസിന് ഒരു അക്ബറും. ഇതിന്റെ മുകളില് ഇവരാണെങ്കിൽ കറങ്ങാനായിട്ട് നിക്കണാര്. സാബുമാൻ നിന്ന് കറങ്ങണ, അതിനു വേണ്ടി നിന്ന് കൊടുക്കണ്. അങ്ങനെ വളരെ എന്താ പറയാ ധൈര്യപൂർവ്വം അക്ബർ, പിന്നെ അനുമോൾ, പിന്നെ ആദില രണ്ടും കൽപ്പിച്ച. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നുമില്ല. ആദില രണ്ടും കൽപ്പിച്ച. കാരണം എന്താ പറയാ, ആദിലേന്റെ മൈൻഡിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ കണ്ടത് ആദിലക്ക് ടോപ്പ് 5 കയറണം എന്നുള്ളൊരു മൈൻഡിലാണ് ആദില നിക്കണേന്നുള്ളത് പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ വേറൊരു പ്രൊഡിക്ഷൻ പറയട്ടെ, അത് ശരിക്ക് ആദില പോവാനുള്ള ഒരു ഉൾട്ട സാധനം റിവേഴ്സ് ഗെയിം കളിക്കുകയാണെങ്കിലോ. ഞാൻ പറയാ ഏറ്റവും വലിയ പോസിബിലിറ്റി ഇപ്പോ ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഫൈനൽ 5 കയറിയ കപ്പടിക്കാനാണ്. അല്ലാതെ ഇവർ 2 പേര് കയറിയ കപ്പ് കിട്ടാൻ വളരെ പാടാണ്. കാരണം സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾ കയറിയാൽ മാത്രമേ ഇവർക്ക് ടോപ്പ് 5 ഒരാൾ കപ്പടിക്കാൻ ഒരു ചാൻസ് ഉള്ളൂ. അപ്പൊ അതില് നൂറയ്ക്കാണ് ഇപ്പോ നൂറയ്ക്കാണപ്പോ എന്ത് കൂടുതൽ, ഇവർ 2 പേരെ നോക്കുമ്പോഴും ചാൻസും കൂടുതൽ, വോട്ടും കൂടുതൽ. അപ്പൊ ആദിലയും കൂടി പുറത്തിറങ്ങുമ്പോ ആ സ്പ്ലിറ്റിങ് വരില്ല. ആദിലേന്റെയും കൂടി എവിടെ പോയി കയറും, നൂറേന്റെ പോയി കയറും. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു സംഗതി, ഒരു സൈഡ് വലിവ് ഇവർ 2 പേരും കൂടി അറിഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഗതി എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ആദിലേക്ക് ഇപ്രാവശ്യം വോട്ട് കൊടുക്കില്ല. ആദിലേന്റെയും കൂടി എന്ത് ചെയ്യും, വേറെ ആർക്കെങ്കിലും ഒക്കെ ഇട്ട് ഇപ്രാവശ്യം വേറെ ആരെങ്കിലും സേവായി ആദില പുറത്ത് ചാടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല ആദിലയുടെ ഈ ആഴ്ചത്തെ ഫ്യൂച്ചർ എന്താണെന്നുള്ള എനിക്കൊരു പിടുത്തവും ഇല്ല. ഓക്കെ, സാബുമോന്റെ ചാൻസസ് അറിയാം, ഒരു ഒന്നും അറിയില്ല കേട്ടോ. സാബുമോൻ തുടരും പറഞ്ഞപ്പോ മനുഷ്യനെ അക്ബർ പോയത് അക്ബർ പോവും, അത്ര തന്നെ. ആരും വരെ പോയി. പിന്നെ അക്ബർ പോവും, അത്ര തന്നെ. ഇന്ന് ഒരുത്തിയെ അക്ബറിന്റെ പേജിക്ക് മെസ്സേജ് ചോദിച്ചിരിക്കുക, ഇന്ന് ഏത് എന്തൊക്കെ കയ്യൊക്കെ വിളിക്കുന്ന അവസ്ഥ എന്നൊക്കെ. അക്ബർ PR ഈ പേടിക്കണ്ട, അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം കണ്ടോട് കൂടിയിട്ട് ഇയാൾ നെവിൻ ഫാൻ ആയതാണ്. ചാടി ഇറങ്ങി ഓടി ചിത്തുമായി ഇറങ്ങി പാഞ്ഞ് ഓടി തള്ളി. അപ്പൊ അങ്ങനെ കാർ ടാസ്ക് തുടങ്ങി. ആക്ച്വലി അവരുടെ പ്ലാനിങ് ഉള്ളായിരുന്നു. കാരണം പ്ലാനിങ് ഇല്ല പോയാൽ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ. അവിടെ വാശി കാണിച്ചെങ്കിൽ എല്ലാം പോയി കിട്ടിയ. അവര് ഡിവൈഡ് ചെയ്തു, ഓരോരുത്തരും ഓരോ പോർഷൻസ് നോക്കാന്ന് പറഞ്ഞു. അതിൽ തന്നെ ആദില എനിക്ക് തോന്നുന്നു ആദിലേക്ക് മറ്റേ എവിടെയെങ്കിലും തട്ടി വീണാ മതിയായിരുന്നു, എന്നാ ഞാനോട് പുറത്താവൂലോ എന്നുള്ള മൈൻഡിൽ ആദില കളിച്ച പോലെ എനിക്ക് തോന്നി. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തട്ടി വീണ അവിടെ കാറിൽ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടായാണ് പുറത്താവൂലോ, അതിനു വേണ്ടി നിന്ന് കളിച്ച പോലെ തോന്നി ആദിലേനെ. അനുമോള് കേണിഞ്ഞ് കളിച്ചടേ, കേണിഞ്ഞ് കളിച്ച്. പിന്നെ ഈ സീസണിലെ CID അനുമോളായതുകൊണ്ട് സ്പൈക്കുട്ടം വരെ തോറ്റു ആ രീതിയിൽ പൈസ കണ്ടുപിടിച്ചു. ബോണറ്റ് വരെ പോയി തുറക്കാൻ നോക്കി. ബോണറ്റ് എവിടെ കാറിനെ തുറക്കാന്ന് അറിയാത്തോണ്ട് മാത്രം കഴിച്ചിലായത്. ബോണറ്റ് വരെ എഞ്ചിൻ വരെ കൊണ്ടുപോകും. ആ രീതിയിൽ അനുമോൾ അവിടെ തപ്പിയിട്ടുണ്ട്. അക്ബർ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് തപ്പിയിട്ടുണ്ട് കേട്ടോ. അക്ബറും തപ്പിയിട്ടുണ്ട്. പക്ഷെ അക്ബറിന് ഡിക്ക് ആയതുകൊണ്ട് അപ്പൊ ഒരു കോമൺ സെൻസ് ബിഗ് ബോസ് പെട്ടെന്ന് എല്ലാം ഡിക്കിലല്ലേ വെക്കും. അപ്പൊ അക്ബർ ബുദ്ധിപൂർവ്വം ഡിക്ക് പോയതായിരിക്കും. പക്ഷെ ഡിക്കിൽ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ കിട്ടി തന്നെ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ അക്ബറിന്റെ ഫ്രണ്ടിൽ നിന്നാ കിട്ടിയത്. ഓക്കെ, പോയി ഇവര് തിരിച്ചു വന്ന സമയത്ത് നമ്മളെ ഷാനുഖാന്റെ മുഖങ്ങൾ കാണേണ്ടിയിരുന്നു. ഈ ടാസ്ക് കഴിഞ്ഞ് 3 അകത്ത് കയറിയല്ലോ. ഷാനുഖാക്കേ എനിക്കിണ്ട് പോയത് അക്ബർ പൈസയും കൊണ്ട് അകത്ത്. അയാള് സാബുമാൻ അതിന്റെ ഇടയില് മറ്റേ ഷാനവാസ് അടിച്ച കോമഡി ആയിട്ടായിരുന്നു. ഇവന്റെ ഉള്ളിലിട്ട് പൂട്ടിട്ട് പോലും എന്നുള്ള പേടി. അതുകൊണ്ടാണ് ചെല്ലാതിരുന്നത്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഐറ്റം നടന്നു. പിന്നെ വേറൊരു സംഭവം ഒന്നും ഉണ്ടായി ലൈവില്. പക്ഷെ ഇന്ന് അത് കൂടുതലായിട്ട് എന്തില് കാണിച്ചില്ല, എപ്പിസോഡിൽ കാണിച്ചില്ല. അനുമോള് തിരിച്ച് എന്ത് കയറി, കിച്ചണിൽ കയറി. അനുമോള് തിരിച്ച് കിച്ചണിൽ കയറി. നെവിൻ കാര്യങ്ങൾ അനുമോളോട് പറഞ്ഞ് സോർട്ടാക്കിയത് കൊണ്ട് നെവിനും വലിയ സീനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അക്ബറിന് അവിടെ പൊട്ടുന്നുണ്ട്. അക്ബറിന് നല്ല രീതിയിൽ പൊട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചത്തത് അക്ബറിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് പാത്രം കൊണ്ട് ചെന്ന് മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടാക്കിയതൊന്നും അക്ബറിന്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിയോടത്ത് അതിനൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നെവിൻ ഈ പറഞ്ഞ പോലെ
നെവിന് തോന്നിയ കളിയാ, മനസ്സിലായോ? നെവിന് അപ്പൊ അതാണ് തോന്നിയത്, അത് കളിക്കും. അതുകൊണ്ട് തന്നെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഗെയിം, നീ പഴയതൊക്കെ ആലോചിച്ചിരിക്കുന്നത് നെവിന് ഒരു എത്തിക്സും ഇല്ലാത്ത ഗെയിമർ ആയതുകൊണ്ട് അയാളൊന്നും ഓർത്ത് വെക്കില്ല. ഓർത്ത് വെച്ചാലും വെക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇപ്പത്തെ സാഹചര്യത്തിൽ നെവിന്റെ ആവശ്യം അനുമോൾ ഒറ്റപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അനുമോൾ എന്ത് ചെയ്ത് ബാക്ക് ടു ട്രാക്ക് പിടിക്കാൻ വേണ്ടി നെവിന്റെ പൊറാട്ട് നാടകം, അതന്നെ സംഗതി. നെവിനറിയാം നെവിൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, നെവിൻ ആ കണ്ടന്റ് എത്രത്തോളം കൊടുത്തിട്ടുണ്ട്. നെവിൻ സത്യം പറഞ്ഞ ഉള്ളിൽ എനിക്ക് തോന്നുന്നു നെവിനെ പല കോണിലായിട്ട് ഈ പൈസ കിട്ടാത്ത മണി ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിന് സങ്കടമായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഈ ജോക്കറൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ഇത് ഞാൻ കരഞ്ഞാലും കുഴപ്പമില്ല ബാക്കിയുള്ളവർ സന്തോഷിക്കണം എന്നുള്ള സ്കീമിൽ ശരിക്കും ഉള്ളിൽ ഇയാൾക്ക് സന്തോഷാവും. കാരണം എന്താ, എന്തായാലും ഇത് കിട്ടും. സാബുമാൻ എങ്ങനെയാ ഹിറ്റായേ? ആ വീടിന്റെ പുറത്ത് കമ്പും പിടിച്ച് നിന്നതാണ് സാബുമാന്റെ ഏറ്റവും ക്ലിക്കായ സാധനം. സാബുമാൻ ഒന്നും ചെയ്തിട്ടില്ല. നെവിൻ ഈ ആഴ്ച എന്താ ഉണ്ടായേ? ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട് കളിച്ചാലും സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാ? നെവിനാണ്. അപ്പൊ ഈ ചെങ്ങായിന്റെ കുരുട്ട് പിന്നെ ഇന്നിപ്പോ രാവിലെ കണ്ടില്ലേ ആ ടാസ്ക് വന്നപ്പോ നീച്ചാണ് നിന്നത്. ഇത് അതിലുള്ള ടാസ്ക് അല്ല എനിക്ക് സ്വാഭാവികമായിട്ടും തമാശയല്ല, നമ്മളും പറഞ്ഞു കണ്ടപ്പോ ഷൂഡ് ഗെയിമറാണ്. ഷൂഡ് ഗെയിമർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗെയിമേഴ്സിന് ഇതിൽ പിടിച്ചു പോകാൻ പറ്റുള്ളൂ. അതെ, ഭയങ്കര ഷൂഡ് ഗെയിമർ ഈ ചെങ്ങായി. അക്ബറിന് ഉണ്ടല്ലോ, അക്ബറിന്റെ മുഖത്ത് നോക്കിയാ പറയല്ലോ, ബ്ലണ്ടായിട്ട് പറയാം അക്ബറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് എന്തോ കുഴപ്പമെന്ന് ചോദിക്കുമ്പോ അക്ബറിന് പിന്നൊന്നും പറയാനും പറ്റണില്ല. അക്ബർ മറ്റേ സാധനം കുത്തിരിപ്പായിട്ട് തന്നതാ. ഏത് കഴിഞ്ഞ ആഴ്ച അക്ബർ പറഞ്ഞ കുത്തിരിപ്പല്ലേ അവസരവാദിയായിട്ട് പോകുന്ന ഒരാളുടെ പേരെന്താ ഈ സീസണില്? നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ് ഡിസൂസ അവസരവാദിയാണ്. മനസ്സിലായോ? തന്നെ പച്ചക്ക് പറയുന്നുണ്ട് അവസരവാദിയാണ്. അങ്ങനെയുള്ള ഒരുത്തിനോട് പോയിട്ട് പിന്നെ പഠിപ്പിക്കേണ്ട കാര്യം അതെ ഞാൻ അവസരവാദിയാണ്. എന്താ പ്രശ്നം? കള്ളനാണോ? അതെ ഞാൻ കള്ളനാണ്. എന്താ പ്രശ്നം? ഈ സാധനം ഇല്ലല്ലോ, ഒരു എത്തിക്സും ഇല്ലല്ലോ. ഈ സംഗതി അടിക്കുന്നതോട് പോയിട്ട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ള ഒരു കാര്യമില്ല. അതിനുശേഷം വീണ്ടും സാബുമാൻ. ഇന്റെ മോനെ ഈ ചെങ്ങായി ബിഗ് ബോസ് പോയ ഒരു കാര്യം പറയാം, നമ്മൾ കുറേ മെമ്മറി റൈസ് ആയിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ച് ജനറൽ നോളേജ് ആണെങ്കിൽ പോലും നമ്മൾ ബ്ലാങ്ക് ആയി പോകും. കാണുന്ന പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കും ഇവ എത്ര പൊട്ടനാണോ കണ്ടസ്റ്റന്റ്, അല്ലെങ്കിൽ മണ്ടനാണോ എന്ന് വിചാരിച്ചു പോകും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തൊരു ക്വസ്റ്റ്യൻ ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനീഷ് ബ്ലാങ്ക് ആയി പോയില്ലേ. അതായത് എത്ര ബുദ്ധിയുള്ള ഒരാളാണെങ്കിലും അതിനകത്ത് ഡോക്ടർ ബിന്നിനോടൊരു മെഡിക്കൽ സാധനം ചോദിച്ചപ്പോൾ കഴിഞ്ഞോലെ എന്നോട് ഇംഗ്ലീഷ് വേർഡ്സ് ചോദിച്ച സമയത്ത് അതെന്താ പറയുക, നമുക്ക് എനിക്ക് ഇപ്പോഴും ആ മെമ്മറീൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഇവരോടൊക്കെ പറയാറുണ്ട്, നമുക്ക് ബിഗ് ബോസ് പോയി വന്നു കഴിഞ്ഞാൽ ഒരു സെർട്ടൻ എനിക്കറിയില്ല അതെന്താ വിഷയം എന്ന് എനിക്കറിയാം, ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ഇതുള്ള കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം, പലരും പുറത്ത് പറയാറില്ല. ഞാനിപ്പോൾ എല്ലാവരും പറയേണ്ട അവസ്ഥയിൽ നമുക്ക് ഒരു മുഖം തന്നെ 10 വട്ടം കാണേണ്ട ഒരു അവസ്ഥയ്ക്ക് ഇനി കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയുന്നത് എന്താ സ്കീമെന്ന് മനസ്സിലാവണില്ല, ചില വേർഡ്സ് മറന്നു പോവാ. ചിത്തബ്രഹ്മത്തിന്റെ എന്താ അറിയില്ല, അത് ഭയങ്കര സീരിയസ് ആണ്. ഞാൻ സേനോട് എപ്പോഴും പറയാനുണ്ട്, എനിക്ക് ഭയങ്കര സീനാണത്. അപ്പൊ എന്താണെങ്കിലും കുറച്ച് പ്രശ്നം വന്നപ്പോ മുതൽ നമ്മളോട് പറയണ്ട, അന്നൊക്കെ നമ്മൾ പക്ഷെ തമാശയൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കത് അതിന്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കര. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാവും അതിലുള്ള കണ്ടസ്റ്റൻസിന്റെ സീൻ എനിക്ക് എന്തായാലും മനസ്സിലാവും. കാരണം അവർക്കും ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ളപ്പോഴൊക്കെ അത് ഈ സീസൺ കുറച്ചും കൂടി എനിക്ക് നമ്മളെ മെമ്മറിയും കാര്യങ്ങളൊക്കെ ഇതിനോട് ഇതാക്കിട്ട് മാറിണ്ടാവും. അതുകൊണ്ടാവും എന്താ പറയാ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ളപ്പോ പുറത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മറക്കുന്നുണ്ട്. അത് മാത്രല്ല നമുക്ക് വേറെ ചിന്തകളും ഇല്ല, നമ്മൾ ഒരു റൈസ് ആയി പോകും. അല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പൊ നമ്മൾ പുറത്താവുമ്പോ നമുക്ക് ഒരു ഇപ്പൊ കറിയിൽ കുറച്ച് ഉപ്പ് കൂടി അത് വലിയ മാറ്റർ ആയി തോന്നില്ല. ഇതിന്റെ ഉള്ളിൽ അത് വലിയ പ്രശ്നമാണത്. ഇതൊക്കെ മാത്രമല്ല ചിന്തിക്കാൻ കിടക്കണുള്ളൂ. അതുകൊണ്ടായിരിക്കും അതെ കുറെ അങ്ങനത്തെ കുറെ സീനുകളുണ്ട്. പിന്നെ ഇന്നത്തെ പല ഫ്രെയിമുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബദ്ധശത്രുക്കളായ ആദിലയും അക്ബറും പല സീനിലും ഒന്ന് ഒന്നിച്ചായിരുന്നു. ഇനി നാളത്തെ ഒരു എപ്പിസോഡും അത് വരാൻ പോണ ദിവസങ്ങളിലും ആദില തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് ആ കട്ടപ്പയാവുമെന്ന് അറിയാൻ പാടില്ല. കാരണം ആദിലേന്റെ ഒരു സ്കീം വെച്ചിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല പലതും മാറി മറിയല്ലേ. ഞാൻ സ്ത്രീവിരുദ്ധനാണ്, പ്ലീസ് എന്നെ ഒരു സ്ത്രീവിരുദ്ധനായി കാണുമെന്ന് പറഞ്ഞു പോയ ആള് അവിടെ പ്രേമിച്ച് ഉല്ലസിച്ചു. ഗിസയിൽ പോയിട്ട് ആടുമേക്കാൻ കൂടെ വരുമെന്ന് വെച്ചപ്പോ പോരില്ല, കണ്ണാൻ തുമ്പി പോരാൻ വായിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞതാ. അപ്പുറത്ത് അവര് കഷ്ടപ്പെട്ട് കാര്യപ്പെട്ട് അനുമോളുടെ ക്വാളിറ്റിയാണ് ആ സ്ത്രീ വിരോധി എന്ന
ആളുടെയിലേക്കും ആളുടെ മനസ്സിലേക്കും അത്രയും നല്ലൊരു പെൺകുട്ടി കയറി എന്നുള്ളതാണ് വേണ്ടത്. കാട്ടാളനായ ആരെ കൊണ്ടൊക്കെ ഒന്നൊക്കെ ജയിച്ചിട്ടുണ്ടെന്നല്ല അതേപോലെ. അതല്ല രസം, സോഫയിൽ അവിടെ ഇരുന്ന് കാര്യമായിട്ട് വർത്താനം മറ്റോ ചെന്നിട്ട് എന്താണ് ചേട്ടാ ഈ എന്താ വെച്ചത്, എന്തൊരു സംശയം പ്രാസം. പ്രാസം ഒപ്പിക്കല്ലോ, എന്താ അനുമോൾ ഒന്ന് പോയി തരുമോ, തളം എടുത്തൊരു അറ്റടി അതിലുണ്ട് പിന്നെയും വിട്ടു, പിന്നെയും മറ്റേ ചൈന വിട്ട് പോയി അനീഷിനോട് ചോദിക്കാണ് കല്യാണം കഴിച്ച ചെക്കന്റെയും ഇതിന്റെ അടുത്തേക്ക് ഇന്ന് ഇവിടെ എന്തുണ്ടായതെന്നൊക്കെ ചോദിക്കാൻ ചെന്ന പോലെ ഇവർ രണ്ടുപേരും ഇരുന്ന് വർത്താനം പറയുമ്പോഴാ മറ്റവൻ അവിടെ ചെന്നിട്ട് അവന്റെ മറ്റേ എന്താ കട്ടുറുമ്പാവണ പരിപാടിയാണ് ഇത് ബ്ലഡി ഫോൾ. എനിക്ക് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യമില്ല, എത്ര ദിവസം നിൽക്കും, 200 ദിവസം ഒന്ന് കൂട്ടിത്തരാൻ പറ്റുമത്. അല്ല, അത് പല സീസണിലും പല കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇത് നിർത്താതിരിക്കാൻ പറ്റുമോ, കുറച്ച് കൂട്ടിത്തരുമോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ബലൂൺ ടാസ്ക് വന്നു. ബലൂൺ ടാസ്കിൽ നമ്മൾ കണ്ടൊരു മാജിക് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒബ്സർവേഷനിൽ പോയ നമ്മളെ ഷാനുക്ക, ഇത് ഭയങ്കര കാർഡിയാക് സീൻ വരുന്ന ഒരു സാധനം, ഈ ഇതും കൊണ്ട് ഓടണം, ഏത് ബലൂണും കൊണ്ട് ഓടണം, പൾസ് എന്താ ചെങ്ങയിലേ യൂസൈൻ ബോൾട്ട് ഞാൻ ഈ ഗെയിം തുടങ്ങിയപ്പോ ഞാളെ മേത്ത് ബലൂണൊക്കെ തട്ടിയാക്കി എന്തെങ്കിലും പറ്റരുത് ഈശ്വരാന്ന് വിചാരിച്ചിരിക്കുന്നു. ചെങ്ങായി അക്ബറിന്റെ കയ്യിൽ നീല ബലൂണും പിടിച്ചാണ് അക്ബർ ഓടുന്നത്. പിന്നെ എങ്ങനെ ചെങ്ങായി വിടാതെ പിടിച്ചിക്ക പറക്കണേ. ഈ പിടുത്തത്തിലെ ശരിക്കും ഷാനിക്ക വീഴേണ്ടതാണ്. ആ അനുമോള് കയറി പിടുത്തത്തിലൊക്കെ ഷാനിക്ക വീഴേണ്ട ഒരു അവസ്ഥ. അക്ബർ എങ്ങനെ ആ ബലൂണോണ്ടൊരു കുത്തുകുത്തുണ്ടായിരുന്നു, എന്നാ തീർന്നു, അപ്പൊ തീരും. അപ്പൊ അങ്ങനെ ആ ടാസ്ക് ഷാനുക്ക തൂക്കി. പിന്നെ എവിടെയോ നൂറിയും അനുമോളും ഒന്നാവോ എന്നുള്ള രീതിയിലുള്ള സാധനം വന്നെങ്കിലും പിന്നെ അവർ രണ്ടുപേരും കൂടി കടന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ക്യാമറ പെർസ്പെക്റ്റീവിൽ ഈ സിംഗിൾ കണ്ടസ്റ്റന്റിന്റെ വിഷയം എന്താ വെച്ചെങ്കിൽ ഓപ്പോസിറ്റ് വേറെ ഒരാളെ വിളിച്ചോടുന്ന് വർത്താനം പറയണം, അല്ലെങ്കിൽ ക്യാമറ നോക്കി വർത്താനം പറയണം. ഇവർക്ക് അതിന്റെ ആവശ്യമില്ല, ഇവർ രണ്ടും ഒരു കണ്ടസ്റ്റന്റ് പോലെ. മാത്രല്ല ഇവര് ക്യാമറേന്റെ അടിയിൽ കിട്ടുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ആരും ഇല്ലല്ലോ ബേബി, നമ്മൾ ഒറ്റയ്ക്കല്ലേ ബേബി കളിക്കുന്നത്, ഇങ്ങനെ നൊഴിഞ്ഞ് കിട്ടിയ അവർ ഈ സാധനം എടുത്തിടും. അതായത് ഇത് ഇവർ ജെന്യൂൻ ആയിട്ട് പറയുന്നതുകൊണ്ട് അല്ലാതെ അടിക്കുന്നതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ കറക്റ്റ് ഗെയിം കളിക്കേണ്ടത്. അതായത് ഇപ്പൊ എന്താ ഉണ്ടായെങ്കിൽ അനുമോക്ക് എങ്ങാനും സപ്പോർട്ട് കയറും എന്നുള്ള പേടിയുണ്ട്. ഇവര് എന്ത് നമ്മൾ ആ സിറ്റുവേഷനിൽ അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ എടുത്തത്, മനസ്സിലായോ? അതുകൊണ്ട് അതായത് അനുമോളോട് ഇവര് മിണ്ടി തുടങ്ങി. ഇനിയിപ്പോ അനുമോളോട് മിണ്ടി കൂടുതലാവുമ്പോ പ്രേക്ഷകർ പറയും കഴിഞ്ഞ ദിവസം അപ്പൊ നിങ്ങൾ കാണിച്ചത് എന്താ ഷോ ഓഫ് അല്ലേ എന്നുള്ള ചോദ്യം വരരുതല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, അതിന് മുന്നേ തന്നെ അതിനനുസരിച്ച് ആ സാധനം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടുപേരും കൂടി ആ സോഫയിൽ കിടന്നിട്ടുള്ള ആ ഒരു ഡ്രാമ കളിച്ചത്. അതിങ്ങനെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ചൊരു സാധനമാണ് എന്നുള്ളടത്തേക്കാണ് എത്തിക്കുന്നത്. അങ്ങനെയാണത് വളച്ച് വരുന്നത് ആ സാധനം. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നു നൂറയ്ക്ക് കപ്പ് അത് ഹൈ ചാൻസ് ഉള്ള വേറെ കാര്യം ഉണ്ടെന്ന്. നാളത്തെ എപ്പിസോഡില് ഈ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന സ്കീം അത് ജെന്യൂനായിട്ട് അയാൾ പ്രപ്പോസ് ചെയ്യും, അനുമോളെങ്ങാനും അത് റിജക്റ്റ് ചെയ്യുണ്ടായി, അതാ വീട്ടിലെല്ലാരും പറഞ്ഞൊരു കോലാഹലമായാൽ പിന്നെ മക്കളെ നോക്കണ്ട, അനീഷ് ഇരിക്കുന്നത് പിന്നെ അനീഷിനോ ഇപ്പൊ തന്നെ അനീഷിനോ ഓടാ. കാരണം ഗ്രൂപ്പിലൊക്കെ ഉറപ്പല്ലേ എടി എങ്ങനെ ഇതെന്താ പ്രശ്നം അറിയോ, ഇത്രയും ദിവസം വന്നൊരു ഫിഗർ അല്ല. അപ്പൊ ചിത്തുവായിന് തെളിവാ. കാരണം അല്ല ഇതെന്താ പറയാ, അയാൾക്കൊരു ഡബിൾ മൈൻഡ് ഉള്ള പോലെ, അയാള് എങ്ങനെയാണോ അയാള് വന്നിരുന്നത് ആള് അവിടെയാണ് അല്ല ചിലരിങ്ങനെ പറയാണ് അനീഷ് എങ്ങനെയാ വന്നേ, പഠിച്ച് ഇതിന് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് വന്ന് അത് വന്നെങ്ങനെ ഒറ്റയാനായി എല്ലാരെയും വെറുപ്പിച്ച് എല്ലാരെയും മറ്റേ ഇന്ന ഒറ്റപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു ഈ 70 ദിവസമായിട്ട് അയാളെടുത്ത് പറ്റാൻ പറ്റുന്ന 85 ദിവസമായിട്ട് ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ടാണ് ലാലേട്ടൻ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ഒരാഴ്ചയിലെ മാറ്റം. അയാളെ മുന്നിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടികളും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിലൊന്നും വിടാതെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയെന്ന മനുഷ്യൻ ഇപ്പൊ പെട്ടെന്ന് അനുമോളുടെ കഴിവാണ് ഇത്, അനുമോളുടെ വിജയമാണ്. രാവിലെ പോയി സൂര്യനൊക്കെ പ്രാർത്ഥിച്ചു വരുന്നത്. അല്ല അത് ഭയങ്കര സിമിലാരിറ്റി കേട്ടോ. അത് ഈ വിനു പഠിപ്പിച്ച് തന്നെ കൺഫേം. കാരണം ജിന്നോ കഴിഞ്ഞുള്ള സൂര്യ നമസ്കാരം ഇതേപോലെ ചെയ്തേ, കയ്യിലൊരു സിഗരറ്റ് ഉണ്ടായിരുന്നുള്ള മാറ്റേ ഉള്ളൂ. സെയിം സാധനമായിരുന്നു, സെയിം സാധനം തന്നെ. അത് പറഞ്ഞെടുത്തപ്പോ വിനു പറയാൻ മറന്നു സിഗരറ്റിന്റെ കാര്യം. അനുമോൾക്ക് അതില്ലാത്ത പപ്പടക്കോലും പിടിച്ച് നിൽക്കണ്ടോന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ സെയിം സാധനം, സെയിം സിമിലർ സാധനമായിരുന്നു അടിച്ചത്. അതിനുശേഷം വീണ്ടും അക്ബർ ആൻഡ് ആദില
ഇതൊരു കോംബോ നല്ല കൊറേ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് അല്ല അക്ബർ എന്ത് പറഞ്ഞാൽ എനിക്ക് നല്ലതാണ്. അത് വിടെ അക്ബർ എന്ന് പറഞ്ഞ ഒരു കാര്യക്ക് പറ്റിയില്ല. ഷാനവാസ് എപ്പോഴും അക്ബർ അക്ബർ എന്ന് പറയുമ്പോ അക്ബർ ഒന്ന് ഷാനവാസ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്ത് മാത്രം പറഞ്ഞു. ഏത് സമയത്താണെങ്കിൽ പറഞ്ഞില്ലേ, പറയാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. സമയത്ത് പറയണം. അതിൽ ആദില പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് അവരുടെ അത് അനുമോളുടെ ഫ്രണ്ട്സില് അനുമോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരും അനുമോൾ ഇട്ട് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ ഫ്രണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യും, കാര്യം കണ്ടാൽ തിരുത്തും എന്നുള്ളൊരു സാധനം. അതാണ് ഇവർക്കിടയിൽ ഏറ്റവും സ്കീമായിട്ട്. അതായത് ആദില അനുമോളുടെ ഇടയിൽ കേട്ടോ, നൂറതല്ല. നൂറ എനിക്ക് ഇപ്പോഴും തോന്നുന്നു അനുമോൾ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ല. അതിലാണ് കണ്ടിട്ടുള്ളത്. അതില് അക്ബർ കൗണ്ടർ അടിച്ചൊരു സാധനം ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് കേട്ട് വന്ന അനുമോളെ ഫ്രണ്ട്സിന്റെ സാധനം എന്താ പറയാ, മൂപ്പര് സംഗതി ഇവരൊക്കെ പരസ്പരം. അതും അക്ബറിന് ഇപ്പൊ അനുമോളെ കുറിച്ച് അറിയാൻ വലിയ പാടൊന്നുമില്ല. എന്താണെങ്കിലും അനുമോൾ എന്താന്നും എങ്ങനെയാന്നുള്ളതൊക്കെ ഇവർ ഇൻഡസ്ട്രീനകത്തുള്ളവരാകുമ്പോ അറിയാം. ഓക്കെ, അക്ബർ ഇത്രയും ദിവസം അത് അടിക്കാതെ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച്, ഞാൻ കംപ്ലീറ്റ്ലി അക്ബർ ഒരു കുത്തിത്തിരിപ്പല്ലാന്ന് ഞാൻ പറയില്ല. ഈ സാധനം കാണുമ്പോ അക്ബറിന് നല്ല മരുന്നുണ്ട്. ഇത് അക്ബർ പി ആറിന് ഇത് നോർമലാണ്. അതെ, അതൊരു കഴിവല്ലോ സ്നേഹത്തെ ഞാൻ പറഞ്ഞ. പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ, ഒരു വീട്ടിനകത്ത് ഒരാൾ ഇങ്ങനെയാണെന്ന് വന്നവരും പോയവരും നിന്നവരും ഒക്കെ പറയുമ്പോ ചെങ്ങായി എല്ലാരും ഒരുപോലെ പറയുന്നുണ്ട് അക്ബർ എന്ന് പറഞ്ഞ സീനാണ്, അക്ബർ മാനിപ്പുലേറ്റർ ആണ്. അല്ല അത് മോശം ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ മാനിപ്പുലേറ്റർ ആണ് ആക്സെപ്റ്റ് ചെയ്യണം. ഇംഗ്ലീഷ് പറയണെങ്കിൽ രണ്ടു ദിവസമായിട്ട് അക്ബർ ബിയാർ വെന്തുരി കേട്ടോ അവിടെ ഇരുന്നിട്ട്. അക്ബർ പോയി തെറ്റാ പറഞ്ഞ സ്നേഹം ഓടിട്ടോ ഇവിടുന്ന് കാർന്ന്. പിന്നെ റിവ്യൂല് സ്നേഹനെ കല്ല. അക്ബർ എന്ന് വിക്റ്റ് ആവണോ ഞങ്ങൾ കാർന്ന് സ്നേഹനെ വിക്റ്റ് ആക്കും. ജിത്തുവിനെ വിക്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം ആദ്യം അനീഷായിരുന്നു, ഇപ്പൊ നെവിന. ഇതിൽ ആരെ പോവാ എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ലാസ്റ്റ് ഇയാളെ പ്രശ്നം എന്താ പറയാ, ഇയാൾ ആദിരാനോറിന്റെ ഇപ്പൊ ഫോട്ടോ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നൂറ് ഒരാൾ കപ്പടിക്കുമ്പോ ഇയാൾ ഞാൻ ബട്ടർഫ്ലൈസ് നമ്മളെ ആളാണ്. നിങ്ങൾക്ക് അപ്പൊ എത്ര സ്റ്റാൻഡാക്കി പറയണം. നിങ്ങളെ അനീഷ് നെവിന് ഇപ്പൊ ലാസ്റ്റ് അറ്റ കൈക്ക് ബട്ടർഫ്ലൈസ്. അല്ല ബട്ടർഫ്ലൈസ് ഞാൻ ആദ്യം മുതലേ നമ്മള് ബട്ടർഫ്ലൈസ് ചങ്ക്സ്. ഓ ഇയാളപ്പം മറ്റേ സ്കീം ആരെ കപ്പടിക്കുന്ന ആ ടീം. അല്ല ബട്ടർഫ്ലൈസ് നൂറ കപ്പടിച്ചത് ചരിത്രം തന്നെയാണ്. നൂറ കപ്പടിച്ചാലും അനീഷേട്ടൻ കപ്പടിച്ചാലും ചരിത്രം. ഒരു കോമണർ ആണ്, അപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാള്, ഒരു ലേഡി ബിഗ് ബോസ്. ബിഗ് ബോസ് എങ്ങനെ ശ്രമിക്കാൻ? ഏത് അക്ബറിനെ പുറത്താക്കാനോ? ഓഫ്, അവര് പറയും ഗായകനൊക്കെ പിന്നെയും കൊടുക്കാം. ജയശുദാസൊക്കെ അല്ല അതൊക്കെ പോട്ടെ, സാബുമാന് കപ്പ് കിട്ടിയാലും ചരിത്രം. തിരിച്ചൊരാള് കപ്പ് അല്ല അയാളൊക്കെ ലാലേട്ടോട് അത് ലാലേട്ട എനിക്ക് ആലോചിച്ചപ്പോ എനിക്ക് നാട്ടുകാര് ചെലപ്പോ നോക്ക് കപ്പ് തന്നത് എന്റെ ചിരി കാരണമായിരിക്കും ലാലേട്ട. അല്ല അതിന് ഷാനവാസിനോട് അതാ ഏറ്റവും ഓടിട്ടോ. അതൊക്കെ ഞാൻ സാബുമാനെ സമ്മതിച്ച. സാബുമാൻ അക്ബറിനോട് ഷാനവാസിനോട് സാബുമാൻ അപ്പൊ ചേട്ടന് സ്ട്രാറ്റജി ഇല്ലേ? അല്ല ഞാൻ കുറച്ച് മാസം ഡയലോഗ്, ഞാൻ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഏത് നാട്ടില് മഞ്ചേരി അങ്ങാടിയില് ഞാൻ ചോദിച്ചിട്ടോട് ഈ മാസം ഞാൻ കേട്ടിട്ടില്ല. അല്ല ഗോള് എന്നോട് കൊറേ ആൾക്കാര് ഈ സീസൺ തുടങ്ങിയ ഒരു പകുതി ആയപ്പോ അല്ലെന്റെ സായിയെ ഇവൻ ശരിക്കും മഞ്ചേരിക്കാരനാ, മനസ്സിലായോ? അല്ല ഇയാൾ ഇത്ര മീശ വെച്ച് നടന്നേന്നൊക്കെ അല്ല അത് ഞാൻ വിട്ടുണ്ട്. ഇപ്പൊ കൊറേ മഞ്ചേരി അങ്ങാടി ചുറ്റുവട്ടത്തൊക്കെ ഫാൻസ് പൊന്തിയിട്ടുണ്ട്, ഞാൻ കേട്ടത്. MLA കൊണ്ട് വീഡിയോ വയ്ക്കുന്നു. ഇന്നിപ്പോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, കടയിൽ ഏതോ ബംഗാളികൾ വന്ന സമയത്ത് ഓരോ കൊണ്ട് വരെ ഷാനുക്കാക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ജെന്യൂൻ ആയിട്ട് ഇയാൾ മഞ്ചേരി അങ്ങാടിയിൽ അറിയേണ്ടവർ ചെയ്തോളി, അല്ലാതെ ഇതൊരു നാടിന്റെ പേരിൽ കുട്ടിക്ക് എണീക്കണ്ട. ഞാൻ തന്നെ അത് അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സംഗതി മൂപ്പരെ ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറത്ത് ഒരു കപ്പ് വന്നാൽ നമുക്ക് സന്തോഷമാണ്. ഒരു വിഷയമല്ല, കാരണം മൂപ്പര് കളിച്ചിട്ടുണ്ട്, ഈ വട്ടം കളിക്കായിരുന്നില്ല. പക്ഷെ ഫോർ മീ, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് അയാളേക്കാൾ ബെറ്റർ ഗെയിമേഴ്സ് അതിനകത്തുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി അയാളേക്കാൾ ബെറ്റർ ഗെയിം കളിച്ച ആൾക്കാരുണ്ട്. സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു ടോപ്പ് 5 എത്തിയാൽ ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. അയാൾക്ക് ടോപ്പ് 5 ആയിരിക്കും ഭയങ്കര സംഭവമാണ്. അയാൾക്ക് ടോപ്പ് 5 അയാൾ ഹോപ്പ്ഫുള്ളി എത്തും. അങ്ങനെ
അങ്ങനെയാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അല്ലേ. എത്തിയാലും അക്ബർ പുറത്തായാലും ഞാൻ എന്താ സന്തോഷിക്കുന്ന അറിയോ, എങ്ങാനും മണി ബോക്സും വെച്ച് ആരെങ്കിലും 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്തുകൊണ്ട് ഇതിന്റെ റെക്കോർഡ് പൊട്ടിയത്. ഇനിയിപ്പോ അത് റെക്കോർഡ് പൊട്ടിച്ചില്ല. പളപ്പെട്ടി എന്ന് പറയുമ്പോ ആ സാധനം ഇനി പളപ്പെട്ടി വെക്കും തോന്നുന്നില്ല കേട്ടോ, എന്നെ പേടിച്ചിട്ട് പ്രാവശ്യം പ്ലാൻ ചെയ്തത് തന്നെ വെച്ചത് വെച്ചു. ഇനി അത് വെക്കണ്ട. കാറിനുള്ളില വെച്ചത്. കണക്കിടാൻ സാധനങ്ങൾ അല്ല എന്നെ ഊക്കിയതാണ് ബിഗ് ബോസ്. അല്ല ഗ്രൂപ്പിലൊക്കെ പറയുന്നറിയാം, ഈ പണ്ടാറക്കാലം കാരണം ആ പെട്ടി വെക്കാത്ത, വെച്ചത് ഇത്രയും പെട്ടെന്ന് എടുത്തു പോയി എന്നുള്ളതും പറഞ്ഞു. ഓ അപ്പൊ ഓക്കെ, ഞങ്ങൾ നിർത്തുകയാണ് പരിപാടി. നാളെ പലതും കാണാം. നാളെ രാവിലെ തന്നെ ഞാൻ ഞങ്ങൾ എന്തായാലും കഴിക്കണില്ല, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ തരും. മറക്കില്ല രാമ, ഒന്നും മറക്കില്ല, എല്ലാം തരാം കേട്ടോ, വഴിക്ക് തരാം, നാളെ രാവിലെ തന്നെ തരാം.